ഒരു കാലത്ത് ഡോക്ടർമാരുടെ ആർദ്ര ചിന്തയിൽ സുദീർഘ സേവനങ്ങളാൽ പ്രശസ്തി ആർജിച്ചിരുന്ന മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ ആരോഗ്യ കേരളത്തിന്റെ ശാപമായി തീരുകയാണ്. ഓരോ കുടുംബത്തിന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന നരകമാണ് ഈ മെഡിക്കൽ കോളേജ് എന്ന് അടിയന്തര ചികിത്സ നിഷേധിക്കപ്പെട്ടുവെന്ന തിരിച്ചറിവിൽ നിസ്സഹായ മനുഷ്യൻ സുഹൃത്തിനയച്ച അവസാന സന്ദേശത്തോളം ഉള്ളം പൊള്ളിച്ച മറ്റൊരു മരണമൊഴി ഈ അടുത്തതൊന്നും കേരളം കേട്ടിട്ടില്ല. ഹൃദ്രോഗത്തെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഓട്ടോ ഡ്രൈവർ കൊല്ലം പത്മനാഭനിൽ കെ വേണുവാണ് ചികിത്സ കിട്ടാതെ 5-ാം ദിനം മരിച്ചത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട വേണു ബുധനാഴ്ച ഗുരുതരാവസ്ഥയിലാകുന്നതിന് തൊട്ടു മുമ്പാണ് സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ചത്. രാത്രിയോടെ മരണവും സംഭവിച്ചു. വേണുവിനെ മെഡിക്കൽ വാർഡിലാണ് ആദ്യം പ്രവേശിപ്പിച്ചിരുന്നത്. അടിയന്തരമായി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തത്. 3-ാം ദിവസമാണ് കാർഡിയോളജി വാർഡിലേക്ക് മാറ്റിയത്. അവിടെ തറയിലായിരുന്നു കിടത്തം. ഒരു പരിശോധനയും നടത്തിയിരുന്നില്ലെന്നും വേദനയെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ രോഗിയല്ലെന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ കൈയൊഴിഞ്ഞെന്നുമുള്ള വേണുവിൻ്റെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ ഞെട്ടലുളവാക്കുന്നതായിരുന്നു. വേണുവിൻ്റെ മരണം ആരോഗ്യ സംവിധാനങ്ങളെയും കേരളത്തിൻ്റെ ആരോഗ്യ നേട്ടങ്ങളുടെ അവകാശവാദങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ്. അടുത്തിടെ നമ്മുടെ സർക്കാർ ആതുരാലയങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ടത് അത്ര നല്ല വാർത്തകളായിരുന്നില്ല. കേരള മോഡൽ എന്ന് അഹങ്കരിച്ച സിസ്റ്റത്തിന്റെ ഹൃദയമിടിപ്പിന്റെ താളപ്പിഴകളാണ് കേട്ടതിൽ ഓരോന്നും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പഴയ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ച ദാരുണ സംഭവം വരെ ഉണ്ടായി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയത് ഗൈഡ് വയർ. ഇന്നും ആ ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയാതെ ദുരിതം പേറുകയാണ് യുവതി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്ക് വിധേയയായ യുവതിയുടെ വയറ്റിൽ തുന്നിക്കെട്ടാൻ ഉപയോഗിച്ച നൂൽ കുടുങ്ങി. കുറ്റകരമായ ഈ അനാസ്ഥകൾക്കെല്ലാം ആരോഗ്യമന്ത്രി മുറ പോലെ വിശദീകരണം തേടി. ഉടൻ നടപടിയെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇനി ആവർത്തിക്കില്ലെന്ന് നിയമസഭയിൽ തന്നെ ഉറപ്പു നൽകി. എന്നിട്ടോ മന്ത്രി ഇനിയെങ്കിലും തിരിച്ചറിയുക. അവകാശവാദങ്ങളില്ലാതെ ഒരു മാറ്റവും നമ്പർ 1 ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്ന്. വേണുവിന്റെ വിയോഗം വീണ്ടും ആരോഗ്യ മേഖലയുടെ നിരുത്തരവാദപരമായ ചർച്ചകളിലേക്ക് നയിച്ചിരിക്കുകയാണ്. ആശുപത്രി അധികൃതർ പറയുന്നത് പോലെ രോഗിക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ ചികിത്സകളും നൽകിയതാണെങ്കിലും കുടുംബം ഉന്നയിച്ച പരാതികൾ നൽകുന്ന ചിത്രം മറ്റൊന്നാണ്. നെഞ്ചുവേദനയുമായി ആശുപത്രിയിലെത്തിയ വേണുവിന് ഹൃദയാഘാതമാണെന്ന് പരിശോധനയിൽ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ ലക്ഷണങ്ങൾ തുടങ്ങിയത് 24 മണിക്കൂറിന് മുമ്പായിരുന്നതിനാൽ പ്രധാനമായ 2 ചികിത്സാ മാർഗങ്ങളായ ലൈറ്റിക് തെറാപ്പിയും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയും രോഗിക്ക് നൽകാൻ സാധിച്ചില്ലെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പകരം മറ്റ് മരുന്നുകൾ നൽകി ചികിത്സ തുടർന്നുവെന്നും രോഗിയുടെ നില ഒരു ഘട്ടത്തിൽ മെച്ചപ്പെട്ടതായിരുന്നുവെന്നും അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച തീരുമാനിച്ച മറ്റൊരു ആൻജിയോപ്ലാസ്റ്റി രോഗി എത്തിയില്ലെങ്കിൽ വേണുവിന് ശസ്ത്രക്രിയ ചെയ്യാമെന്ന് ഡോക്ടർ എന്തിനു പറഞ്ഞുവെന്ന ഭാര്യയുടെ ചോദ്യത്തിന് അധികൃതർക്ക് ഉത്തരവില്ല. സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി പരിതാപകരമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല. എല്ലാവരും വരായകകളും മുന്നിൽ കണ്ട് മെഡിക്കൽ കോളേജിലെ തന്നെ വകുപ്പ് മേധാവിയാണ്. ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ അടിയന്തര ശസ്ത്രക്രിയ വരെ മാറ്റിവെക്കേണ്ടി വന്നുവെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലായിരുന്നു. ഇതിനെയും പക്ഷേ രാഷ്ട്രീയമായി നേരിടാനായിരുന്നു ആരോഗ്യമന്ത്രിയും സർക്കാരും ശ്രമിച്ചത്. ആരോപണം ഉന്നയിച്ച ഡോക്ടറുടെ വായടിപ്പിക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് കഴിഞ്ഞെങ്കിലും രോഗികളുടെ ആദിക്ക് പരിഹാരമുണ്ടായിട്ടില്ല. ആശുപത്രികളുടെ ആകുലതകൾക്കൊപ്പം ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും രോഗികളോട് അലസ സമീപനം സ്വീകരിച്ചാൽ പാവപ്പെട്ടവർക്ക് എവിടെയാണ് ആശ്രയം? സാധാരണക്കാരാണ് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സയ്ക്ക് അഭയം തേടാറ്. ഇവിടെയുണ്ടാകുന്ന ചികിത്സാ പിഴവുകൾ സർക്കാരിനെയും ആരോഗ്യ മന്ത്രിയെയും അലട്ടാറില്ലെന്നത് ഖേദകരമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഉയർന്ന രോഗിയുടെ മരണമൊഴി സംസ്ഥാനത്തെ ആരോഗ്യ രംഗത്തിന്റെ യാഥാർത്ഥ്യത്തെയാണ് തുറന്നു കാട്ടുന്നത്. അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ എത്തിയിട്ടും 5 ദിവസം കഴിഞ്ഞിട്ടും നടപടിയൊന്നും കാണാനാകാത്ത അവസ്ഥ സിസ്റ്റത്തിന്റെ അനാസ്ഥയുടെയും അഴിമതിയുടെയും തെളിവായി തീർന്നിരിക്കുന്നു. ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലും മറുപടി ലഭിക്കാത്ത അവസ്ഥ കൈക്കൂലി സംസ്കാരവും പൊതുജനത്തിന്റെ വിശ്വാസം തകർക്കുകയാണ്.